welcome back to my channel, The Stories of Anubi. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്ലഷസ്, ഹൈലൈറ്റ്നർ, സ്ട്രോബ് ക്രീംസ് ഇതിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പം ഇതാണ് സംഭവം വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന് ഓരോന്നായിട്ട് എടുത്ത് ഞാൻ അപ്ലൈ ചെയ്തും കാണിക്കും. ആൻഡ് ഓൾസോ ഗൈസ് ഇതിന്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ നിങ്ങൾക്ക് തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് എന്റെ കയ്യിലുള്ള ബ്ലഷസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. എമോഷൻ അങ്ങനെയുള്ള ഒന്നും അല്ല കേട്ടോ. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിന്റെ ക്രീം ടൈപ്പ് ബ്ലഷ് ആണ് കേട്ടോ. വിത്ത് ഷിയ ബട്ടർ ആണ്. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു അഫോർഡബിൾ ബ്ലഷ് ആണ് തപ്പണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ബെറ്റർ ഓപ്ഷൻ ആണ് കേട്ടോ സ്വിസ് ബ്യൂട്ടിന്റെ ഈ ക്രീം ബ്ലഷ്. ചെറിയ റേറ്റ് വരുന്നുള്ളൂ. ആൻഡ് ഓൾസോ നമുക്കിത് നല്ലോണം പിഗ്മെന്റഡ് ആയിട്ട് നിൽക്കും. ലൈറ്റ് വെയിറ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ദെൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഷിയ ബട്ടർ ആണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ഇതിൽ ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് 05 ചീക്ക് ഓ പിങ്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ബൈ ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നമ്മുടെ ഫോറെവറിന്റെ ജ്യൂസി ചീക്സ് എന്ന് പറയുന്ന ഒരു ബ്ലഷ് ആണ് ഗൈസ്. ഇതെന്റെ പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനെ പറയട്ടോ. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലഷ് ആണ്. ഇതൊരു പീച്ച് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആൻഡ് ഷെയ്ഡ് നമ്പർ വന്നിട്ട് JCB005 ആണ്. ദെൻ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് പ്രൊഫഷണൽ മേക്കപ്പിലും ഈ ഒരു ബ്ലഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നോർമൽ മേക്കപ്പിൽ മാത്രമല്ല, പ്രൊഫഷണൽ മേക്കപ്പിലാണ് കൂടുതലും ഫോറെവേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുക. ആൻഡ് ഗൈസ് ഇത് കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലഷ് ആണ് കേട്ടോ. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഗൈസ് ഇതിനൊരു നാച്ചുറൽ ഫിനിഷിംഗ് ആണ്. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലഷ് ആണ് കേട്ടോ. ഇത് റിമൂവ് ചെയ്തിട്ടാ. അത്യാവശ്യം നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലഷ് ആണ് നിങ്ങൾക്ക് എന്താ പറയാ വേണ്ടത്. നിങ്ങൾക്ക് പ്രൊഫഷണൽ മേക്കപ്പിലൊക്കെ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ചോയ്സ് ആണ് നിങ്ങളുടെ എങ്കിൽ ഷുവർ ആയിട്ടും ഇത് മേടിച്ചോട്ടാ. അടിപൊളി സാധനമാണ്. ദെൻ തേർഡ് വൺ വന്നിട്ട് ഒരു ലിപ് കളർ ആണ്. പ്ലസ് നമുക്ക് ചീക്കിലും ടിൻറ്റായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള ഒന്നാണ് കേട്ടോ. ആൻഡ് ഗൈസ് വർത്ത് ബൈയിങ് ആണ്. ഞാൻ ലിപ്പിനേക്കാളും കൂടുതൽ ഞാനത് ചീക്സിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഗൈസ് ഇറ്റ്സ് ആൻ അമേസിംഗ് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി വന്നിട്ടുള്ളത് നമ്മുടെ ഫേസസ് കാനഡയുടെ ബെറി ബ്ലഷ് എന്ന് പറയുന്ന ഒരു പൗഡർ ബ്ലഷ് ആണ്. ആൻഡ് ഗൈസ് ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. റേറ്റ് വൈസും പൊളിയാണ്, അതുപോലെ തന്നെ ക്വാളിറ്റി വൈസും പൊളിയാണ്. എന്റെ ബ്രഷ് നനഞ്ഞിരിക്കുകയാണ്, അതാണ് വലിയ തോതിൽ വരാറ്. പൗഡർ ബ്ലഷ് ആണ്, ഇങ്ങനെ ഒരു ഷെയ്ഡാണ് വരുന്നത്. നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന് ജസ്റ്റ് 349 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ കുട്ടി സാധനം, ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് കാണാനുള്ള ക്യൂട്ട്നെസ് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിനുള്ളൂ. ഇതിൽ ഒരു സൈഡിൽ ബ്ലഷും ഒരു സൈഡിൽ ഹൈലൈറ്റ്നറും ഒക്കെ വരുന്നുണ്ട്. ബട്ട് വെറുതെ ഇരുന്ന് യൂസ് ചെയ്യാണ്ട് മെൽറ്റ് ആയി പോയി. അതാണ് ഒരു ഫസ്റ്റ് പ്രോബ്ലം. ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഒരുമിച്ചാണ് എല്ലാതും വെക്കുന്നത്. വേറൊന്നും അങ്ങനെയൊന്നും ആയി പോയിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര എന്താ പറയാ ബ്ലുബ്ലാന്നായി. യൂസ് പോലും ചെയ്തിട്ടില്ല. ആൻഡ് നമുക്കിതിങ്ങനെ ഡോട്ടിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഇതിങ്ങനെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് നമുക്ക് ആ കാണാനുള്ളൊരു ക്യൂട്ട്നെസ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ആൻഡ് ഇനി വന്നിട്ടുള്ളത് സ്ട്രോബ് ക്രീംസ് ആണ്. ഇത് ഞാൻ 3 സ്ട്രോബ് ക്രീംസ് ആണ് യൂസ് ചെയ്യുക. ഇത് സ്ട്രോബ് ക്രീം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഇലുമിനേറ്റിംഗ് മേക്കപ്പ് ബേസ് ആണ്. ദെൻ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ്നർ ആയിട്ട് കൊടുക്കാറുണ്ട്. നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ആൻഡ് ഇത് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. പ്ലമ്മിന്റെ ആണ് വരുന്നത്. ഗോൾഡൻ ഷെയ്ഡ് ആണ് വരുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, റേറ്റ് വരുന്നുണ്ട്, എന്നാലും അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. ആൻഡ് പിന്നെ വന്നിട്ടുള്ളത് സോട്ടൂന്റെ ആണ്. ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കുഴപ്പമില്ലാത്തൊരു എന്താ പറയാ ഹൈലൈറ്റ്നർ ആണ്. അത്യാവശ്യം ഗ്ലോവും കാര്യങ്ങളും ഒക്കെ ഇതിനുണ്ട്. ഗൈസ് ഇതാണ് കേട്ടോ.
കുഴപ്പമില്ല. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളിപ്പോ സ്ട്രോബ് ക്രീം യൂസ് ചെയ്ത് തുടങ്ങണേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ സോട്രൂന്റെ. ആൻഡ് ഇത് വന്നിട്ട് കുറച്ച് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നമുക്ക് പ്രൊഫഷണൽ മേക്കപ്പിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി വന്നിട്ടുള്ളത് ഹൈലൈറ്റ്നേഴ്സ് ആണ്. ഈ മൂന്നെണ്ണവും ഒന്ന് പ്ലമ്മിന്റെ ആണ്, പ്രൊഫഷണൽ മേക്കപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഒരു ഗ്ലോ ആണ് കേട്ടോ ഇതിന്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒറ്റ സ്ട്രോക്ക് മതി നമുക്ക്. ഇതാണ് കേട്ടോ ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 499 ആണ് ഗൈസ്. ആൻഡ് ആ ഒരു റേറ്റിന് വർത്ത് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്നർ ആണ്. പിങ്ക് ഷെയ്ഡിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഫോറെവറിന്റെ, ഇത് ശരിക്കും എൻ്റെ ഒരു താത്ത എനിക്ക് തന്നതാണ്. ഇത് ഫോറെവറിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി പ്രോഡക്ട്സ് ആണ് കേട്ടോ. ആൻഡ് ആക്ച്വലി ഞാൻ പണ്ട് ഒരു അബദ്ധത്തില്, എനിക്ക് എന്താ ഏതാണെന്നൊന്നും അറിയില്ല, കോസ്മെറ്റിക്സിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ഇതില് ആ ഒരു ബോധമില്ലാത്തൊരു പ്രായത്തിൽ ഞാൻ ഓൺലൈനിൽ ഫോറെവറിന്റെ കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ഫോറെവർ എന്താണ്, ഇതിന്റെ യൂസ് എന്താണ്, ഇത് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണോ ഒന്നും എനിക്ക് അറിയില്ല. ബട്ട് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് കേട്ടോ ഫോറെവർ. പ്രൊഫഷണൽ മേക്കപ്പിന് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അത് യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിന്റെ ഹൈലൈറ്റ്നർ, ബ്ലഷ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ മേടിക്കുകയുണ്ടായത്. ഈ 2 ഹൈലൈറ്റ്നർ എൻ്റെ ഒരു താത്ത എനിക്ക് തന്നാണ്. ആള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഒരുപാടുള്ളത് കൊണ്ട് തന്നെന്ന് അറിയാൻ പറ്റില്ല, ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. ദെൻ ഇതിന്റെ ഒരു ഗ്ലോ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഗ്ലോ ആണ് ഗൈസ്. ഞാൻ ഈ പിങ്കിന്റെ മേലാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ നോസിൽ കാണിച്ചു തരാം. കണ്ടു, ഒറ്റ സ്ട്രോക്ക് മതി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റിനിങ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് തരുന്നത്. കണ്ട, ഫസ്റ്റ് ഞാൻ ആ പിങ്ക് ഇട്ടു, അതിൻ്റെലും ഇരട്ടി ഹൈലൈറ്റിനിങ് ആണ് കേട്ടോ ഈ ഒരു ഫോറെവറിന്റെ ഹൈലൈറ്റ്നർ. ഗൈസ് കണ്ടു, ശരിക്കും തുടുത്ത് പോലില്ലേ ചിക്സ് ആണ്. എനിക്ക് ഭയങ്കര അടിപൊളി അമേസിങ് പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇതിന്റെ ഒരു റോസ് ഗോൾഡും വരുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡിലും വരുന്നുണ്ട്. ഇതിന്റെ മേലെ ഞാൻ എന്തായാലും ഇട്ട് കാണിക്കുന്നില്ല, കയ്യിൽ കാണിച്ചു തരാം. ഇതും ഷെയ്ഡ് ഡിഫറൻസ് ആണ്, കുഴപ്പമില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്നർ ആണ്. ദെൻ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്നർ വേണം, നിങ്ങൾക്ക് എത്ര റേറ്റ് ആയാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് കണ്ണു മൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഫോറെവറിന്റെ ഹൈലൈറ്റ്നർ. ഞാൻ നേരത്തെ കാണിച്ച ബ്ലഷ് ആണെങ്കിൽ അതുപോലെ തന്നെ ആ ബ്ലഷിന്റെ ഒരു ബ്ലെൻഡിങ്, ഓ മൈ ഗോഡ്, വേറെ ഒരു ബ്ലഷും അത്രയും ഈസിലി നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഇവനാണ്. പിക്സിയുടെ അല്ല, പിക്സിയുടെ കോപ്പിയാണ് ഇത്. ഞാൻ എന്താ പറയാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓൺലൈൻ അബദ്ധമാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ നാണക്കേടാവാണ് ഗൈസ്. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിക്സി അല്ല, ഡ്യൂപ്പാണ്. പക്ഷെ ഞാൻ 2 തവണ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്കിങ്ങനെ തരി വന്നു. അപ്പൊ തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾ കൂടുതലും ഒന്നെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് വാങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ മിൻട്ര, നൈക്ക ഇതിൽ നിന്നൊക്കെ മേടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അല്ലാണ്ടുള്ള ഈ സൈറ്റ്സ് വരില്ലേ ഇങ്ങനെ ആഡൊക്കെ, അതിൽ നിന്നൊന്നും വാങ്ങാണ്ടിരിക്കുക. കാരണം ഓൾറെഡി ചിലപ്പോൾ ഇതിന്റെ കോപ്പി പ്രോഡക്റ്റ് ആയിരിക്കും, സെയിം കാണാൻ അതൊക്കെ പോലെ തന്നെ ഉണ്ടാവുക, പക്ഷെ അതാവണമെന്നില്ല. അത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. സോ ബി അവെയർ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയാണ് നമ്മുടെ ഫേസ് മേക്കപ്പ് ആഡ് ഓൺസ് വരുന്നത് എന്റെ കയ്യിലുള്ളത് കേട്ടോ. ഓക്കെ, ഒരുപാടൊന്നുമില്ല, ഇതാണ്. ആൻഡ് ഗൈസ്, ഇനിയും എനിക്ക് ഫേസ് സ്കാനറുടെ സ്ട്രോബ് ക്രീം ഒന്ന് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. കാരണം അത്യാവശ്യം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, അത്യാവശ്യം നല്ല ഹൈലൈറ്റ്നർ ആണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ. അതുകൂടെ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ് വരുന്നത്. ദെൻ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടില്ലയോ എന്ന് പറയാം. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങളത് മാക്സിമം എനിക്ക് കമന്റ് ബോക്സ് കൂടെ എന്നെ അറിയിക്കുക കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ, ദെൻ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.